ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഈ ഇച്ചിങ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്, പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇച്ചിങ് ഇഷ്യൂ. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതായത് പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ വലിച്ചിലും ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതും ഈ ഇച്ചിങ്ങിന് ഒരു പ്രധാന കാരണമാണ്. സാധാരണയായി പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഇച്ചിങ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ മാസം ചെല്ലുന്തോറും നമ്മുടെ ടമ്മി ആയാലും വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ സ്കിന്നും നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നത് കൊണ്ടും ഈ ഒരു ഇച്ചിങ്ങിന് ഒരു പ്രധാന കാരണമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 7ാമത്തെ മാസം പകുതിയായപ്പോഴാണ് ഈ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം വന്നു തുടങ്ങിയത്. ഇപ്പം ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മളെ നോർമൽ കേസാണ്, പക്ഷെ ചില കേസിൽ ഇത് നമ്മുടെ ബോഡി നല്ലപോലെ ഫുൾ ബോഡി മൊത്തം നല്ല രീതിക്ക് ഇച്ചിങ് ഉണ്ടാവും ചിലർക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന കേസസിലൊക്കെ ലിവർ ഡിസീസ് ആവാനും ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇച്ചിങ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടറെ അടുത്ത് പറയണം. അതുമാത്രമല്ല, അവർ ഫസ്റ്റ് പറയുന്നുണ്ടാവുക ലിവർ ഫങ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിരിക്കും. പിന്നെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ സ്കാനിങ്ങും ഒന്ന് നടത്തേണ്ടതായിട്ടും വരും. കാരണം ചില കേസിൽ ഇത് അമ്മയ്ക്കും കുഞ്ഞിനും സീരിയസ് ആയിട്ട് വരാവുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. ഇത് സീരിയസ് ആയിട്ട് വരുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും നമുക്ക് ഇച്ചിങ് ഉണ്ടാവുക. സാധാരണ ഇച്ചിങ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കൈവെള്ളയിലൊക്കെ വരുന്നത് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഒരു പ്രശ്നം വരികയാണ്, വിത്തൗട്ട് റാഷസ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൊക്കെ മഞ്ഞ കളറായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതൊരു നല്ല ലക്ഷണമായിട്ടല്ല കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൽഡ് ആയിട്ടുള്ള കേസാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പക്ഷേ നല്ല രീതിക്ക് ഇച്ചിങ് ഉണ്ട്. മെയിനായിട്ട് ഈ കൈവെള്ളയിൽ വരുന്ന ഇച്ചിങ്, അതുപോലെ കാലിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ വരിക, ഇങ്ങനെയുള്ള കേസസിലൊക്കെയാണ്. ഇതൊന്നും അല്ലാതെ നമുക്ക് സാധാരണഗതിയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമണിന് ഏറ്റവും കൂടുതൽ ഇച്ചിങ് വരുന്നത് നമ്മുടെ ബ്രസ്റ്റിലും പിന്നെ വയറിൻ്റെ ആ ഭാഗത്തുമാണ്. ടമ്മി വലുതാവുന്നത് കൊണ്ടും ബ്രസ്റ്റിലുണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് ആ ഏരിയയിലാണ് ഇച്ചിങ് കൂടാനായിട്ട് ചാൻസ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമുക്ക് ഇച്ചിങ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് ഇച്ചിങ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്തുണ്ടെങ്കിലും ഡോക്ടറെ അടുത്ത് നമ്മൾ പറയുക. ഒരു ഫ്രണ്ട്ലി ടോക്ക് അവിടെ ഉണ്ടാവുക. ഡോക്ടറെ അടുത്ത് പറയാം, അതായത് ഇങ്ങനെ ഇച്ചിങ് കൊണ്ട് നല്ല അതിൽ എന്താ പറയുക, നമ്മൾ വിഷമം വിചാരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ നാണം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇച്ചിങ് ഉണ്ടെന്ന് തന്നെ പറയാം. അവർ പറയുകയാണ് അത് പ്രശ്നമല്ല, നോർമലാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓവറായിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ അടുത്ത് ആദ്യമേ കൺസൾട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ലൂസ് ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.